കേരളത്തിന്റെ 79ാം ബജറ്റ് നാളെ പ്രഖ്യാപിക്കാനിരിക്കെ വിസ്മയങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേരളം. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ് എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളാണ് സാമ്പത്തിക വിദഗ്ധരും കേരള ജനതയും വെച്ചുപുലർത്തുന്നത്. കേരളത്തിന്റെ 79ാം ബജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. വിസ്മയങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ ബജറ്റിൽ കേരളം. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 4 ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായേക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം. വയോജനങ്ങൾക്കുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. മുഖ്യമന്ത്രി ആയിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കറാണ്. പിന്നെ ഉമ്മൻചാണ്ടിയും. KM മാണി രാജിവെച്ച പശ്ചാത്തലത്തിലായിരുന്നു ഉമ്മൻചാണ്ടി ധനവകുപ്പ് ഏറ്റെടുത്തതും ബജറ്റ് അവതരിപ്പിച്ചതും. ഇപ്പോൾ ധനവകുപ്പ് മുഖ്യമന്ത്രി VD സതീശന് കീഴിലാണ്. VD സതീശൻ മറ്റുള്ളവരിൽ വ്യത്യസ്തമാണ്. പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ് എന്ന നിലയിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും കേരള ജനതയും വെച്ചു പുലർത്തുന്നത്. മുൻ സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതിനാൽ പദ്ധതി വിനിയോഗിക്കുന്നതിനുള്ള തുകകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുക പ്രായോഗികമല്ലെങ്കിലും നിലവിലെ പദ്ധതികളുടെ കാര്യക്ഷമതയും മുൻഗണനാക്രമവും പരിശോധിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിൽ പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. നിലവിൽ 62 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങാനായുള്ളത്. ഈ 62 ലക്ഷം പേരുടെയും പ്രതീക്ഷ 3000 രൂപയായി ക്ഷേമ പെൻഷൻ ഉയർത്തും എന്നുള്ളത് തന്നെയാണ്. അത് നാളെയോടുകൂടി തീരുമാനമായേക്കും. ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.